ഹായ്, എല്ലാവർക്കും നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ കൂടാതെ ത്രിപുരയിലും ബംഗാളിലും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഉണ്ടായിരുന്നു. ആ പ്രദേശങ്ങളിലൊക്കെ ചെങ്കൊടിയല്ലാതെ മറ്റൊരു കൊടി നമുക്ക് കാണുവാനായിട്ട് സാധിച്ചില്ല. അവർ അവിടെ ത്രിപുരയിലും ബംഗാളിലും തുടർഭരണം നടത്തി ജനങ്ങളെ സേവിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ആ സേവനം ജനങ്ങൾ തന്നെ മതിയാക്കി. അത്രമാത്രം ദുസ്സഹമായി തീർന്നു അവരുടെ സാമൂഹിക അന്തരീക്ഷം. അവരുടെ ദൈനംദിന ജീവിതം വളരെ ദയനീയമായി മാറി. അതുകൊണ്ട് അവർ തീരുമാനിച്ചു, ഇടതുപക്ഷം എന്ന് പറയുന്നത്, CPM എന്ന് പറയുന്നത് ഇടതുപക്ഷമല്ല, അത് തീവ്ര വലതുപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് പ്രയോജനകരമായ ഒരു പദ്ധതികളും നടപ്പിലാക്കുവാൻ സാധിക്കുന്നില്ല. വിലക്കയറ്റം കൂടുന്നു, അതുപോലെ തന്നെ ജനങ്ങൾക്ക് തൊഴിലില്ലാതാകുന്നു. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രദേശത്തു നിന്നൊക്കെ CPMൻ്റെ ചെങ്കൊടി വലിച്ചു കളഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷവും അതേ അവസ്ഥയാണ് കേരളത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 10 വർഷമായുള്ള തുടർഭരണം സംസ്ഥാനത്തിൻ്റെ എല്ലാ സമസ്ത മേഖലയും വളരെയേറെ ദോഷകരമായി ബാധിച്ചു എന്നുള്ളത് ഏതൊരാളും വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ സജീവ ഇടതുപക്ഷ സഹയാത്രികരായിരുന്നവർ, ആ പാർട്ടിയിൽ വിശ്വസിച്ചിരുന്നവർ, അന്ധമായി വിശ്വസിച്ചിരുന്നവർ, അവർ ഓരോരുത്തരായി ആ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക്, UDFിലേക്ക് ചേക്കേറുന്നത്. ഈ അടുത്ത കാലത്ത് തന്നെ നിരവധി പ്രഗത്ഭരായിട്ടുള്ള ഇടതുപക്ഷ ചിന്തകന്മാരും, അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ച സാധാരണ പ്രവർത്തകരും കോൺഗ്രസിലേക്കും UDFിലെ മറ്റ് രാഷ്ട്രീയ കക്ഷികളിലേക്കും ചേക്കേറുന്നത്. അവർ ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി തുടർഭരണം വരുത്തിവെച്ച വിന എത്ര വലുതാണ് എന്ന് അവർ ഓരോരുത്തരും മനസ്സിലാക്കി അവരുടെ ചിന്താഗതികൾക്കും അതുപോലെ തന്നെ അവരുടെ മനോഭാവത്തിനും മാറ്റം വരുത്തി UDFിലേക്ക് ചേക്കേറി. അത് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. കാരണം കേരളത്തിലെ ഇനിയും ഈ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ വന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ അതീവ ദയനീയമാണ്. ആർക്കും കരകയറ്റാൻ കഴിയാത്തവണ്ണം നമ്മുടെ സംസ്ഥാനം മാറും. കൊടും ക്രൂരത വർദ്ധിപ്പിക്കും. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ചെറുപ്പക്കാരില്ലാതാകുന്നു. എല്ലാ ചെറുപ്പക്കാരും നാടുവിടുന്നു. തൊഴിൽ രഹിതരുടെ എണ്ണം കൂടുന്നു. വിലക്കയറ്റം കൂടുന്നു. ഇലക്ട്രിസിറ്റി ചാർജ് കൂടുന്നു. അങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഒരു സ്തംഭനാവസ്ഥ, വിലക്കയറ്റം, ഇതെല്ലാം ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലും 2026 ആകുമ്പോഴത്തേക്കും